ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏതു വിഷയവും ചർച്ചയാകും. ചില വൈറലാകേണ്ടുന്ന വിഷയങ്ങൾ ആകില്ല. എന്നാൽ ഒരു സമൂഹത്തിന് ഒരു തരത്തിലും ഉപകാരമില്ലാത്ത വാർത്തകൾ വൈറലാകുകയും ചെയ്യും. ഒരു കുട്ടി കരഞ്ഞു, ഒരു കുട്ടി പാട്ടുപാടി, ഒരു കുട്ടി ചിരിച്ചു, അതല്ലെങ്കിൽ കുട്ടികളുടെ ട്രോള് പാട്ടുകൾ, അതൊക്കെ വേഗം വൈറലാകും. എന്നാൽ സമൂഹം അറിയേണ്ടതും വിവരങ്ങൾ പങ്കുവെക്കുന്നതുമായ ഇൻഫർമേറ്റീവ് വീഡിയോകൾ ആരും മൈൻഡ് ചെയ്യാറില്ല. നമ്മുടെ സമൂഹത്തിന് എപ്പോഴും ഇഷ്ടം കൂടുതൽ കാര്യങ്ങൾ അറിയാനല്ല, മറിച്ച് വിനോദത്തിനാണ്. ജീവിതത്തിന്റെ സങ്കീർണതകളിൽ മുഴുകി ജീവിക്കുന്ന ജനത എപ്പോഴും പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനൊരല്പം സമാധാനവും സന്തോഷവും ലഭിക്കുന്ന വാർത്തകളും അത്തരത്തിലുള്ള വീഡിയോകൾ, റീൽസുകൾ, പ്രോഗ്രാമുകൾക്കാണ് അവർ കൂടുതൽ മുൻതൂക്കം നൽകുക. വളരെ സെലക്റ്റീവായ കുറച്ച് ആളുകൾ മാത്രം ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോകൾ കാണുന്ന ആളുകളുണ്ട്. ഇപ്പോൾ 5 വയസ്സ് പൂർത്തിയായിരുന്നെങ്കിലും അപ്പൻ നാട് വിട്ടുപോയ ആ വർഷത്തെ ജൂൺ മാസത്തിൽ അമ്മ എന്നെ പള്ളിക്കൂടത്തിൽ ചേർത്തില്ല എന്ന രൂപത്തിൽ ഒരു പോസ്റ്റ്, ഒരു വീഡിയോ വൈറലായത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ജെസ്സിയും ലാലിയും പോകുമ്പോൾ അനുജത്തി ബിന്ദുവിനോടൊപ്പം ഞാൻ വീട്ടിലിരുന്നു. തൊടിയിലും തോട്ടിലും പരിസരത്തും വയൽ വരമ്പുകളിലും ഞാൻ അനുജത്തിക്കുട്ടിയുമായി ദിവസം മുഴുവൻ അലഞ്ഞു നടന്നു. അയൽ വീട്ടിലെ സമപ്രായക്കാരനായ ഷൈജു പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങിയത് എന്നെ ഏറെ വിഷമിപ്പിച്ചു. 2 വയസ്സുകാരിയായ അനുജത്തിക്കുട്ടിയെ ആശാൻ കളരിയിൽ വിടാനുള്ള പ്രായമാകാത്തതുകൊണ്ട് അവളെ നോക്കി വീട്ടിലിരിക്കേണ്ടത് കൊണ്ടാണ് എന്നെ പള്ളിക്കൂടത്തിൽ ചേർക്കാതിരുന്നത്. ഒരാള് അവരുടെ അനുഭവം പങ്കുവെക്കുകയാണ്. പരിസരങ്ങളിലുള്ള വീടുകളിൽ അമ്മ കൂലിപ്പണിക്ക് പോയിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്താഴത്തിന് മുട്ടുണ്ടായിരുന്നില്ല. വാരാന്ത്യത്തിൽ അമ്മയോടൊപ്പം ഞങ്ങൾ 4 മക്കൾ പരിസരത്തുള്ള സമ്പന്ന കുടുംബങ്ങളിൽ അടയ്ക്ക പൊളിക്കാനും വിറകും മടലും ഒക്കെ വാരി ചുമക്കാനും പോയി. ആ ദിവസങ്ങളിൽ ചാക്കോ ചേട്ടന്റെ വീട്ടിന്റെ പുറകിലെ ചായ്പിൽ ഞങ്ങൾ 5 പേരും നിരന്നിരിക്കുമ്പോൾ ചേട്ടത്തി വിളമ്പി തന്ന കുത്തരിച്ചോറിന്റെ രുചി ഇന്നും എൻ്റെ നാവിനെ വിട്ടുപോയിട്ടില്ല. നീ ആ ചെക്കന് കുറച്ച് ചോറൂടെ കൊട്, അവന്റെ വയറ് നിറഞ്ഞിട്ടില്ല. ഞങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ചാക്കോ ചേട്ടൻ എല്ലാ ശനിയാഴ്ചയും വിളിച്ചു പറയും. അമ്മയും 3 സഹോദരിമാരും പാത്രങ്ങളും എടുത്ത് മുറ്റത്തിന്റെ അരികിലുണ്ടായിരുന്ന കോൺക്രീറ്റ് ടാങ്കിൽ നിന്ന് നിറഞ്ഞൊഴുകിയിരുന്ന വെള്ളത്തിൽ അവരുടെ പാത്രങ്ങൾ കഴുകുമ്പോഴും ഞാൻ വീണ്ടും വിളമ്പി കിട്ടിയ ചോറുന്നു. ആ മഴക്കാലത്ത് പുല്ലുമേഞ്ഞ് ഞങ്ങളുടെ വീട് ചോർന്നൊലിച്ചു. പിൻവശത്തെ മൺഭിത്തിയിലുണ്ടായിരുന്ന വിള്ളൽ മഴക്കാലം കഴിഞ്ഞപ്പോഴേക്കും വീടിനെ തന്നെ അപകടത്തിലാക്കുന്ന വിധം വലുതായി. പറമ്പിലെ ചില മരങ്ങൾ വെട്ടി വീടിന്റെ 4 മൂലയിലും തൂണിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഉണങ്ങിയ മൺകട്ട കൊണ്ട് പുറകിലെ ഭിത്തി മാറ്റിപ്പണിതത് ആ ഓണക്കാലത്തായിരുന്നു. കുരിശുകുത്തിക്കുന്നിൽ താമസിക്കുന്ന മഞ്ഞക്കര പണിക്കൻ വന്ന് വീട്ടിലിരുന്ന സ്ഥാനത്തിന് വാസ്തുപരമായി തെറ്റുണ്ടെന്നും അതുകൊണ്ട് 3 വർഷത്തിനകം അത് മാറ്റിപ്പണിയണമെന്നും അല്ലാത്ത പക്ഷം ആൾനാശം വരെ ഉണ്ടാകുമെന്നും അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. 20 രൂപ കൂലി വാങ്ങി പോയി. പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി ഒഴിവാക്കി 3 മാസത്തിനകം പലിശ അടച്ചു തീർക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കിട്ടി 1 മാസം കഴിഞ്ഞിട്ടുണ്ടാകണം. ഒരു രാത്രി ഏറെ വൈകി കഴിഞ്ഞു. ജെസ്സിയും അമ്മയും ഞങ്ങളുടെ വീടിന്റെ ചാണകവും കരിയും ചേർത്ത് മെഴുകിയ തിണ്ണയിലിരുന്ന് എന്തൊക്കെയോ പറയുന്നത് ഞാൻ കട്ടിലിൽ കിടന്ന് പാതി ഉറക്കത്തിൽ കേട്ടു. ആ പ്രായത്തിൽ ഉറക്കത്തിൽ കിടന്ന് മുള്ളുന്ന ശീലം വിട്ടുമാറാതിരുന്ന എനിക്ക് രാത്രിയിൽ 1 വട്ടമെങ്കിലും ഉണർന്നാൽ അന്നത് ഒഴിവായി കിട്ടുമായിരുന്നു. വർത്തമാനം പറയുന്നത് രാത്രിയിൽ എപ്പോഴോ കേട്ട ഞാൻ ഉണർന്നു. മുറ്റത്തിറങ്ങി മൂത്രമൊഴിച്ച് മടങ്ങുമ്പോൾ അമ്മ എന്തു പറഞ്ഞാണ് കരയുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. 10 വയസ്സ് മാത്രം പ്രായമുള്ള ജെസ്സി അമ്മയെ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പാതി ഉറക്കത്തിലായിരുന്ന ലാലി പനമ്പ് വാതിലില് ചാരിയിരിപ്പുണ്ട്. ബാങ്കിലെ കടവും അപ്പന്റെ കുടുംബക്കാരുടെ വഴക്കും സ്വന്തം വീട്ടുകാരുടെ അകൽച്ചയും നാട്ടുകാർക്ക് മുന്നിൽ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവൾ എന്ന പേരുമെല്ലാം അമ്മയെ ആകെ തളർത്തിയ ഒരു രാത്രിയായിരുന്നു അത്. മാസങ്ങൾ കഴിഞ്ഞും അപ്പൻ മടങ്ങി വരാത്ത വേദന അമ്മയെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിട്ട ഒരു രാത്രി. പോയി കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് അപ്പൻ മടങ്ങി വരുമെന്ന് അമ്മ കരുതിയിട്ടുണ്ടാവാം. ബാങ്കുകാർ നീട്ടി നൽകിയ അവധിക്കുള്ളിൽ പലിശ അടച്ച് വായ്പ പുതുക്കാൻ മുന്നിൽ വഴിയൊന്നും കാണാത്ത അമ്മ വിഷമിച്ച ആ രാത്രിയിൽ ജീവിക്കാനുള്ള മോഹമെല്ലാം അമ്മയ്ക്ക് നഷ്ടമായി. വീണ്ടും ഉറങ്ങി തുടങ്ങിയപ്പോഴാണ് അമ്മ വന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. അടുത്തുറങ്ങിക്കിടന്നിരുന്ന ബിന്ദുവിനെ എടുത്ത് അമ്മ തോളത്തിട്ടു. ഒരു കൈ കൊണ്ട് എൻ്റെ വലത് കൈ പിടിച്ച് വാതിൽ പോലും ചാരാതെ അമ്മ പുറത്തിറങ്ങി നടന്നു. കടപ്ലാവിന്റെ ശിഖരങ്ങൾക്കിടയിലൂടെ മടിച്ചെത്തിയ നിലാവെളിച്ചത്തിൽ ലാലിയുടെ കൈയും പിടിച്ച് ജെസ്സി ഞങ്ങളുടെ
തൊട്ടു പിന്നിലായി നടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് കാണാമായിരുന്നു. എൻ്റെ ക്രിസ്തുരാജ, എനിക്കും എൻ്റെ പിള്ളേർക്കും ഈ ഗതി നീ തന്നല്ലോ. പട്ടം തൊട്ടിക്കാരുടെ കണ്ടം കടന്ന് തോടിറങ്ങി കര കയറുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു. കുഞ്ചിരക്കാട്ട് പാറ കയറി ദീർഘ ചതുരാകൃതിയിലെ മെറ്റൽ കൂട്ടിയിട്ടിരുന്ന വഴിയിൽ കയറി തെള്ളിത്തോട്ടിലേക്ക് നടക്കുമ്പോൾ അമ്മ കർത്താവിനെ പഴിച്ചുകൊണ്ടേയിരുന്നു. തെള്ളിത്തോട് പുഴയുടെ താഴെ വഴിയരികിൽ ഒരു കുരിശും അതിനു മുന്നിലായി നീല നിറത്തിലുള്ള ഒരു ചെറിയ നേർച്ച ഭണ്ഡാരവുമുണ്ട്. കുരിശടിയിലെത്തിയപ്പോൾ അമ്മ ബിന്ദുവിനെ നിലത്ത് നിർത്തി. എനിക്കിനി വയ്യ കർത്താവെ, ഈ ജീവിതം എനിക്ക് മടുത്തു. പള്ളിയുടെ മുകളിൽ കുരിശിന് മുകളിൽ തെളിഞ്ഞു നിന്ന വൈദ്യുത ഇല്ലാത്ത കർത്താവോ, തെള്ളിത്തോട്ടിലെ ഇടവക മധ്യസ്ഥനായ ഔസേപ്പിതാവോ ഞങ്ങളെ കാണാനോ അമ്മയുടെ വിലാപം കേൾക്കാനോ കൂട്ടാക്കിയില്ല. വിളക്കൊഴുകെ നമ്മൾ ഈ രാത്രി എവിടെ പോകുക അമ്മേ? അമ്മയോട് ചേർന്ന് നിന്ന് ചോദിക്കുമ്പോൾ അറിയാവുന്ന ഒരിടത്തിന്റെ പേര് അമ്മ പറയുമെന്നാണ് ഞാൻ കരുതിയത്. നമ്മൾ മരിക്കാൻ പോകുക മക്കളെ, അമ്മയ്ക്കും അടുത്തു. ഈ ലോകത്ത് ആർക്കും നമ്മളെ വേണ്ട. നേരം വെളുക്കുന്നതിന് മുമ്പ് കല്ലാർകുട്ടിയിലെത്തണം. ഇത് പറയുമ്പോൾ അമ്മയുടെ സ്വരം ഇടറിയിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടു. മരണമെന്നാൽ നീണ്ട ഒരു യാത്രപോക്ക് പോലെയാണെന്ന് എനിക്ക് തോന്നിയത്. അമ്മയോടൊപ്പം കല്ലാർകുട്ടി അണക്കെട്ടിൽ ചാടി മരിക്കാനുള്ള ഒരു രാത്രിയായിരുന്നു അന്ന്. അതൊന്ന് കുറെ കൂടി കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. തെള്ളിത്തോട്ടിൽ നിന്ന് കമ്പിളിക്കണ്ടത്തിനുള്ള വഴിയെ ഞങ്ങൾ നടന്നു. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ അമ്മ ബിന്ദുവിനെ നിലത്ത് നിർത്തി. തെള്ളിത്തോടിനും കമ്പിളിക്കണ്ടത്തിനും ഇടയിൽ വെന്തിക്കോസ് വളവ് എന്ന് വിളിക്കുന്നിടത്താണ് ഞങ്ങൾ നിന്നത്. വഴിയുടെ മുകളിൽ പള്ളിക്കാരുടെ വീട്ടിലെ പട്ടി നിർത്താതെ കാലം കൂവുന്നുണ്ടായിരുന്നു. കല്ലാർകുട്ടി ഡാമിൽ ചെല്ലുമ്പോൾ അമ്മ വെള്ളത്തിലേക്ക് എടുത്തു ചാടും, മക്കൾ പുറകെ ചാടണം. അത് പറയുമ്പോൾ അമ്മ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു. ആ സ്വരത്തിൽ പ്രതീക്ഷ അറ്റിട്ടും മരണത്തോടുള്ള ഭയം ഉണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. അമ്മ ചാടുന്നതിനു മുമ്പ് ഞങ്ങളെ ഓരോരുത്തരെയായി അമ്മ തന്നെ വെള്ളത്തിലോട്ട് എടുത്തിട്ടാൽ മതി. അല്ലെങ്കിൽ അമ്മ ചാടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് വെള്ളത്തിലോട്ട് ചാടാൻ പേടിയായാലോ? മരണത്തിലേക്കുള്ള യാത്രയുടെ പര്യവസാനം സംബന്ധിച്ച് 10 വയസ്സുകാരി ജെസ്സിക്ക് വേറെയും ചിന്തകളുണ്ടായിരുന്നു. അമ്മയുടെ പൊന്നുമക്കൾ ഡാമിലേക്ക് എടുത്തിടാൻ അമ്മയ്ക്ക് പറ്റില്ല. നിങ്ങൾ തന്നെ ചാടിയാൽ മതി. വിതുമ്പലോടെ അത് പറയുമ്പോൾ അമ്മയ്ക്ക് മരണത്തോട് പുറംതിരിഞ്ഞു നിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ എന്ന് ഇന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. പിന്നീട് കുറെ നേരത്തേക്ക് ഒരു നീണ്ട മൗനമായിരുന്നു. ബിന്ദുവിനെ വീണ്ടും എടുത്ത് തോളത്തിട്ട് അമ്മ നടക്കാൻ തുടങ്ങുമ്പോൾ ജെസ്സി അമ്മയെ തടഞ്ഞു നിർത്തി. അമ്മേ, തള്ളിത്തോട്ടിലും കമ്പിളിക്കണ്ടത്തുമൊക്കെയുള്ള ആളുകൾക്കല്ലേ നമ്മളെ അറിയത്തുള്ളൂ. നമ്മൾ ചിന്നാറിനക്കരെ ഭിക്ഷയെടുക്കാൻ പോയാൽ നമുക്ക് കഞ്ഞിക്കുള്ള വക കിട്ടില്ലേ? മരണം അടുത്തെത്തിയ ഭീതിയിൽ നിന്നാവണം ജെസ്സി അങ്ങനെ ചോദിച്ചത്. അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. നമുക്ക് മരിക്കണ്ട അമ്മേ. എവിടെ നിന്നോ സംഭരിച്ച ധൈര്യത്തിൽ അത് പറയുമ്പോൾ ജെസ്സി വഴിക്ക് താഴെ ഇരുട്ടിൽ പതിയിരുന്ന പുല്ലുമേഞ്ഞ പെന്തക്കോസ്ത് പള്ളിയിലേക്ക് നോക്കി നിന്നു. ലാലിയും ഞാനും മറുപടി കാത്തിട്ടെന്ന പോലെ അമ്മയുടെ മുഖത്തേക്ക് കണ്ണും നട്ടു നിന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജെസ്സിയെ 2 കൈയും ചേർത്ത് വാരി പുണരുമ്പോൾ ഇനി മുമ്പോട്ട് കരയരുത് എന്ന് അമ്മ സ്വയം തീരുമാനിച്ചിരിക്കണം. ഇല്ല മക്കളെ, നമ്മൾ മരിക്കാൻ പോകുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ അഭിമാനത്തോടെ ജീവിച്ചു കാണിക്കണം. വെന്തിക്കോസ് വളവിലെ പണി തീരാത്ത കല്ലിങ്കിൽ അമ്മയിരുന്നു. ഒത്തിരി നേരം നീണ്ടുനിന്ന ഒരു മൗനം. ആത്മാവിൽ അലഞ്ഞ മഴമേഘങ്ങൾ ആ നീണ്ട മൗനത്തിൽ പെയ്തിറങ്ങി. മകളിലൂടെ ഞാൻ കേട്ടത് ദൈവത്തെ തന്നെയാണ് എന്ന തോന്നലാണെന്ന് അമ്മയ്ക്കുണ്ടായത്. അമ്മയുടെ അരികെ പറ്റിയിരുന്ന് ഉറങ്ങി തുടങ്ങിയിരുന്ന ബിന്ദുവിനെ എടുത്ത് തോളിലിട്ട് അമ്മ തിരിഞ്ഞു നടന്നു, മരണത്തിന്റെ വഴിവിട്ട്. വീട്ടിലേക്കുള്ള മടക്കയാത്ര കൂടുതൽ വേഗത്തിലായിരുന്നു. അമ്മയുടെ ഓരോ കാൽവയ്പിലും ജീവിതം സമ്മാനിച്ച ദുരിതങ്ങളെ പടവെട്ടി തോൽപ്പിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ തീവ്രത മുറ്റി നിന്നു. തുറന്നു കിടന്ന വാതിലിലൂടെ അകത്തേക്ക് കടന്ന് കിടക്കാൻ പോകുമ്പോൾ കമ്പിളിക്കണ്ടം ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള സുപ്രഭാത കീർത്തനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു. മാസങ്ങൾ 1-2 കഴിഞ്ഞിട്ടുണ്ടാകണം. അയൽപ്പക്കത്തെ സമ്പന്ന കുടുംബങ്ങളിൽ കൂലിപ്പണിക്ക് പോയിരുന്ന അമ്മ സ്വരുകൂട്ടി വെച്ച പണവും ചേർത്ത് പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് അപ്പനെടുത്ത ജപ്തിയായ കൃഷി വായ്പയുടെ പലിശ അടച്ചത് ആ വർഷത്തെ ക്രിസ്തുമസിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോഴേക്കും വായ്പ പൂർണ്ണമായി അടച്ചു തീർക്കാൻ അമ്മയ്ക്ക് 3 വർഷത്തെ അവധി ബാങ്കിൽ നിന്ന് ലഭിച്ചിരുന്നു. പലിശ അടച്ച് പുതുക്കാനായി 2 വർഷത്തെ അവധി വ്യവസ്ഥയിൽ ചാക്കോച്ചേട്ടൻ കുറച്ച് പണം അമ്മയ്ക്ക് കടം നൽകി. അന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന 3 ഓട്ടുവിളക്കുകളിൽ 2 എണ്ണവും 2 ചെമ്പ് കലങ്ങളും 1 ചെമ്പെട്ടിയും 1 ഓട്ടുരുളിയും അമ്മ അയൽപ്പക്കത്തെ ലില്ലിച്ചട്ടത്തേക്ക് വിറ്റു. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് അന്ന് സഹകരണ ബാങ്കിലെ വായ്പയുടെ പലിശ അമ്മ പുതുക്കിയത്. ഞങ്ങളെ മക്കളെ,
ഞങ്ങൾ മക്കളെ അപ്പൻ്റെ തറവാട്ടിലാക്കി അമ്മ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തയ്യാറാകാത്തതിനാൽ അമ്മ വീട്ടിൽ നിന്ന് ആരും ഞങ്ങളുടെ അടുക്കൽ വരികയോ ഞങ്ങൾ അങ്ങോട്ട് പോകുകയോ ചെയ്തില്ല. ഞങ്ങൾ വല്യപ്പാൻ എന്ന് വിളിക്കുന്ന അപ്പൻ്റെ നേരെ ഇളയ അനുജന് പാറത്തോട് പള്ളിക്കൂടത്തിൽ പ്യൂണായി ജോലി ഉണ്ടായിരുന്നതിനാൽ തറവാട്ടിൽ വല്യപ്പനും മറ്റുള്ളവരും നാട്ടിൽ പ്രമാണികൾ എന്ന സ്ഥാനം നിലനിർത്തി. ആ ഒരു രാത്രിയിൽ അമ്മ ഞങ്ങളെയും കുട്ടി കല്ലാർകുട്ടി ഡാമിൽ മരിക്കാൻ പോകാൻ ആ നാളുകളിൽ ഞങ്ങളുടെ പള്ളിയിൽ കൂടിയ ഒരു രാത്രിയോഗം കാരണമായിരുന്നിരിക്കാം. 1979 ക്രിസ്തുമസിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തെള്ളിത്തോട്ടിലെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ്റെ അധ്യക്ഷതയിൽ ഒരു രാത്രി യോഗം ചേർന്നു. വല്യപ്പനും വല്യപ്പാപ്പനും ഇളയ അനുജൻ കൊച്ചപ്പാപ്പനും പങ്കെടുത്ത ആ യോഗത്തിൽ അമ്മയും മൂത്ത ആങ്ങളെയും ഉണ്ടായിരുന്നു. ഇടവകയിലെ പ്രമാണി കുടുംബത്തിൽപ്പെട്ട മേരി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ മക്കളെയുമായി ഭർത്താവില്ലാതെ ജീവിക്കുന്നത് തീരെ ശരിയല്ലെന്നും ആയതിനാൽ മക്കളെ അപ്പൻ്റെ തറവാട്ടിലേൽപ്പിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നും വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള യോഗം വിധിച്ചു. രാത്രി വൈകി പള്ളി സദസ്സിലെടുത്ത തീരുമാനവുമായി മൂത്തമ്മാവൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ ദേഷ്യവും സങ്കടവും എല്ലാം പരുഷമായ വാക്കുകൾക്ക് വഴിമാറി. അവരും പള്ളിയിലച്ഛനും പറയുന്നതൊക്കെ നീ എന്തിനാ അംഗീകരിച്ചത്? ഞാൻ എൻ്റെ പിള്ളേരെ വിട്ടിട്ട് എങ്ങോട്ടും വരുന്നില്ല. അമ്മ മൂത്തമ്മാവനെ കുറ്റപ്പെടുത്തി. നീ എന്നാ ഈ പറയുന്നേ? വികാരിയച്ഛനോട് മറുതലിച്ച് പറയാൻ എനിക്ക് പറ്റുമോ? എനിക്കും കുടുംബവും കൊച്ചുങ്ങളും ഉള്ളതല്ലേ. ശാപമൊന്നും എടുത്ത് തലേ വയ്ക്കാൻ എനിക്ക് വയ്യ. തിണ്ണയിൽ കാറ്റത്തുളഞ്ഞ മണ്ണെണ്ണ വിളക്കിന് മുൻപിൽ ഇരുന്നു കൊണ്ട് അമ്മാവൻ സ്വരമടക്കി പറഞ്ഞു. ആ രാത്രി തന്നെ 5.5 വയസ്സുള്ള എന്നെയും കുട്ടി അമ്മ പള്ളിയിലേക്ക് പോകുമ്പോൾ കത്തിച്ച് പിടിച്ചിരുന്ന പന്തത്തിന്റെ വെളിച്ചം പറ്റി അമ്മാവനും പുറകെ നടന്നു. ആൾത്താരയ്ക്ക് പിന്നിലുള്ള പള്ളി മുറിക്കകത്തെ പ്രമാണി സദസ്സ് ഞങ്ങൾ ചെല്ലുമ്പോൾ പിരിഞ്ഞിരുന്നില്ല. തെള്ളിത്തോട് പള്ളിയുടെ ഇടതുവശത്ത് 2 വാതിലുകളാണ് ഉണ്ടായിരുന്നത്. മുമ്പിലെ വാതിലിനരികിലായി ചൂട്ടുപന്തം ചവിട്ടിക്കെടുത്തിയിട്ട് അമ്മ എൻ്റെ കൈ പിടിച്ച് പള്ളിക്കകത്തേക്ക് കയറി. അക്കാലത്ത് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ആൾത്താര വിരി ഉണ്ടായിരുന്നില്ല. സക്രാരിയുടെ മുകളിൽ കുരിശിൽ കർത്താവ് ഞങ്ങളെ കാണാൻ താല്പര്യപ്പെടാത്തതുപോലെ വലതുവശത്തേക്ക് കണ്ണുകൾ ചെരിഞ്ഞു കിടന്നു. അമ്മ പള്ളി മുറിക്കകത്തേക്ക് കയറുമ്പോൾ വികാരിയച്ഛനും വല്യപ്പനും അപ്പാപ്പന്മാരും കയ്യിലിരുന്ന ഗ്ലാസ് നിലത്ത് വെച്ചു. മേരി എന്തിനായി പാതിരാത്രിക്ക് പള്ളിയിലേക്ക് വന്നത്? നിന്റെ ആങ്ങളെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വിട്ടിരുന്നല്ലോ. അമ്മാവൻ പള്ളിക്ക് പുറത്ത് വാതിലിനോട് ചേർന്ന് മടിച്ചു നിന്നു. വികാരിയച്ഛൻ ക്ഷുഭിതനായി. പേടിച്ചരണ്ട ഞാൻ അമ്മയുടെ മുണ്ടിന്റെ അടുക്കൽ പിടിച്ച് പുറകോട്ട് മാറി. ചുവന്ന് കലങ്ങിയ കണ്ണുകളിലൂടെ വല്യപ്പാപ്പൻ തുറച്ചു നോക്കുന്നത് അമ്മയുടെ പുറകിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് കാണാമായിരുന്നു. ഇതിപ്പോ എൻ്റെ പിള്ളേരുടെയും എൻ്റെയും കാര്യമില്ലേ അച്ഛോ? അച്ഛനും ബാക്കി കുടുംബക്കാരും ഒന്നും എൻ്റെ കെട്ടിയോ നാട് വിട്ടു പോയപ്പോൾ ഞങ്ങളെ സഹായിക്കാനായി വന്നില്ലല്ലോ. ബാങ്കിൽ നിന്ന് ചെണ്ടയും കൊട്ടി ജപ്തിക്ക് വന്നപ്പോൾ ആരുമില്ലായിരുന്നു. മാറുമറച്ചിരുന്ന തോർത്തിന്റെ അറ്റം എളിയിൽ പിടിച്ച് കുത്തിക്കൊണ്ട് അമ്മയത് പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു പെണ്ണ് പിള്ളേരുമായിട്ട് ഭർത്താവ് കൂടെ ഇല്ലാതെ തന്നെ ജീവിച്ചാൽ നാട്ടുകാർ എന്തൊക്കെയാ പറയുകയെന്ന് മേരിക്ക് വല്ല വിചാരവുമുണ്ടോ? നമ്മുടെ സമുദായത്തിന്റെ വില കളയരുത്. നിങ്ങളുടെ കുടുംബത്തിന്റെയും പേരും പോകുമെന്ന് മേരി മനസ്സിലാക്കുന്നില്ലേ? വികാരിയച്ഛനത് പറയുമ്പോൾ വല്യപ്പാപ്പൻ തലയാട്ടി അംഗീകാരം നൽകുന്നുണ്ടായിരുന്നു. വല്യപ്പാപ്പൻ അമ്മയെ രൂക്ഷമായി നോക്കി. അസ്വസ്ഥനായി കാണപ്പെട്ട കൊച്ചപ്പാപ്പൻ ഇതിനോടെല്ലാമുള്ള തന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനാകാതെ നിസ്സഹായനായിരുന്നു. അല്ലെങ്കിൽ തന്നെ ജോലിക്കാരനായ വല്യപ്പാപ്പൻ പറയുന്നതായിരുന്നു തറവാട്ടിലെ അവസാന വാക്ക്. ആൾക്കാരുടെ മുന്നിൽ പുരുഷന്മാരുടെ ഭാഗത്ത് ഉണ്ണിയേശുവുമായി നിന്നിരുന്ന ഔസേപിതാവിന്റെ രൂപം നിസ്സഹായതയോടെ നിലത്തേക്ക് നോക്കി. മറുവശത്ത് നിത്യസഹായ മാതാവിന്റെ ചിത്രവും അതോട് ചേർന്നുണ്ടായിരുന്ന ലൂർദ് മാതാവിന്റെ രൂപവും. ഇതൊന്നും കാണാനും കേൾക്കാനും ഒന്നും താല്പര്യമില്ലെന്നതുപോലെ അകലേക്ക് നോക്കി നിന്നു. മേരിയിനി കൂടുതലൊന്നും പറയണ്ട. നാളെ തന്നെ പിള്ളേരെ 4 പേരെയും തറവാട്ടിൽ കൊടുത്തിട്ട് പൂത്താളിയിൽ ആങ്ങളമാരുടെ അടുത്തേക്ക് പോകണം. നിന്റെ കെട്ടിയോൻ എന്തെങ്കിലും തിരിച്ചു വന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നോളും. ഇത് വികാരിയച്ഛൻ എന്ന നിലയിലുള്ള എൻ്റെ തീരുമാനം കൂടിയാണ്. പറഞ്ഞു നിർത്തുമ്പോൾ വികാരിയച്ഛൻ്റെ സ്വരം കടുത്തിരുന്നു. അമ്മയുടെ പുറകിൽ നിന്ന് ഞാനെന്ന 5 വയസ്സുകാരനിൽ അമ്മയെ നഷ്ടമാകാൻ പോകുന്നതിൻ്റെ ആകുലത നിറഞ്ഞു. ഇനി മേലിൽ പള്ളിയിലച്ഛനോ കുടുംബക്കാരോ ഒന്നും എൻ്റെയോ എൻ്റെ മക്കളുടെയോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ഭർത്താവില്ലാതെ തനിയെ താമസിച്ചതുകൊണ്ട് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനിയും എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ അരിഞ്ഞു കളയും. പള്ളിമുറിക്കകത്തു നിന്ന് അലറിപ്പറയുമ്പോൾ അമ്മ അരയിൽ കരുതിയിരുന്ന അരിവാൾ കയ്യിലെടുത്തു. ക്ഷുഭിതയായി വിറച്ച അമ്മയുടെ നീണ്ട മുടി കെട്ടഴിഞ്ഞു വീണു. ഒരു ഭ്രാന്തിയെ പോലെ വികാരിയച്ഛൻ്റെയും വല്യപ്പൻ്റെയും വല്യപ്പാപ്പൻ്റെയും നേരെ അരിവാളുമായി ഓടിയ അമ്മ 5 വയസ്സുകാരൻ്റെ മനസ്സിൽ കാലം മായ്ക്കാത്ത ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ് കൂരിയിട്ടത്. പള്ളിയിലച്ഛനും വല്യപ്പനും അപ്പാപ്പന്മാരും മുറിക്കകത്തേക്ക് പുറത്തേക്ക് ഓടി. അമ്മാവൻ പുറത്തിറങ്ങി പൂത്താളിയിലെ വീട്ടിലേക്ക് വെച്ചുപിടിച്ചു. അരിവാളുമായി നിന്ന അമ്മ ഭയന്ന് വിറച്ച ഞാനും നിസ്സഹായരായ വിശുദ്ധരും സക്രാരിക്കു മുകളിൽ മരണാസന്നരായി കുരിശിൽ കിടന്ന കർത്താവും തെള്ളിത്തോട് പള്ളിയിൽ ആ പാതിരാത്രി തനിച്ചായി. സക്രാരിക്ക് മുന്നിൽ മിന്നിക്കൊണ്ടിരുന്ന നിത്യപ്രകാശം പോലെ കുറെ നേരത്തേക്ക് പറന്നും നിന്നുപോയതുപോലെ തോന്നി.
പള്ളിയിൽ കയറി അമ്മ മുട്ടുകുത്തി കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ച ശേഷം പുറത്തേക്കിറങ്ങി. പള്ളിവാതിലിനരികിൽ മുറ്റത്തെ ചവിട്ടിക്കെടുത്തി വെച്ചിരുന്ന ചൂട്ടുപന്തം കത്തിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അമ്മ ദേഷ്യത്തോടെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. തെള്ളിത്തോട് കുഞ്ചിരിക്കാട്ട് പാറയിൽ തല്ലിയൊലിച്ച ചിന്നാറ്റിയിലേക്ക് തെളിഞ്ഞു തന്നെ ഒഴുകി വെള്ളം. വയൽവരമ്പിലൂടെ ആ രാത്രിയിൽ അമ്മയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ പൊടുന്നനെ പെയ്ത മഴയിൽ ചൂട്ടുപന്തം അണഞ്ഞുപോയി. നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്നതുപോലെ കുന്നൻ ചെരുവിലെ ഞങ്ങളുടെ പുൽവീടിൻ്റെ തിണ്ണയിൽ മണ്ണെണ്ണ വിളക്ക് കത്തി തന്നെ നിന്നു. ബിന്ദുവിനെ മടിയിൽ കിടത്തി ഉറക്കി ജെസ്സി ലാലിയെയും ചേർത്ത് പിടിച്ച് അമ്മയെയും എന്നെയും കാത്തിരുന്നു. മുറ്റത്തെ നിറയെ പൂത്തുനിന്ന ഗന്ധരാജൻ പിന്നീട് വരാനിരുന്ന ദുരന്തങ്ങളുടെ ഗന്ധമാണോ പേറിയത് എന്നറിയില്ല. പാറത്തോട്ടിൽ നിന്ന് പാരീസിലേക്ക് എന്ന ടൈറ്റിലാണ് നമ്മൾ ഈ അനുഭവ കഥ കാണുന്നത്. കല്ലാർകുട്ടി അണക്കെട്ടിലെ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് പാരീസ് സർവകലാശാല വരെ വളർന്ന ഒരു അധ്യാപകന്റെ ജീവിത കഥയാണിത്. എനിക്ക് ശരിക്കും ഉള്ളിൽ തട്ടി. കാരണം ഇത്തരമൊരു സമാനമായ സാഹചര്യത്തിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. നന്ദി.